ശരിക്കും കരച്ചിലോട് കരച്ചിൽ. എൻ്റെ മക്കൾക്കെല്ലാം രോഗങ്ങൾ, മഞ്ഞനോവ്, മഞ്ഞപ്പിത്തം പിടിച്ച് എൻ്റെ മോനും മിലിറ്ററി ആശുപത്രിയിൽ കിട്ടാൻ നിവർത്തിയില്ല. ഈ ക്ഷേത്രത്തിൽ എന്തോ ചുമതലയുണ്ടായിരുന്നു? ക്ഷേത്രത്തിലെ ഭരണാധികാരിയായിരുന്നു ഞാൻ. അങ്ങനെ ഭയങ്കര. അപ്പം എൻ്റെ മോനെ കിട്ടൂല എന്നായപ്പോഴും ഞാൻ കരച്ചിലും ബഹളവും നിലവിളിയായിരുന്നു. അപ്പോഴൊന്നും എന്താണെന്ന് എനിക്ക് അറിയില്ല. വീണ്ടും മോനെ അത്ഭുതകരമായിട്ട് 4 കൂട്ടുകാരന്മാർ ചേർന്ന് ആശുപത്രി കിടക്കേന് മോട്ടിച്ചെടുത്ത് പ്ലെയിനിൽ കയറ്റിയാണ് ഇങ്ങ് വിട്ടുവന്ന്. അപ്പം ഞാൻ പറയണ എനിക്കെന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തിയുണ്ട്, ദൈവം എന്നെ രക്ഷിക്കും, ദൈവം എനിക്ക് മകൻ മരണപ്പെടുമെന്ന് പറഞ്ഞല്ലേ അവരെ, ദൈവം എന്നെ കാവലിടും, എന്നെ എങ്ങനെയും രക്ഷിക്കും എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഈ മകനെ ഇങ്ങനെ ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് അവനെ ഒരു നിസാരം കിംസ് ആശുപത്രിയിൽ വിട്ടതാണ്. വീട്ടിൽ കൊണ്ടുവന്നതിൻ്റെ അന്ന് ദൈവം ഇറങ്ങി വന്നു. പക്ഷേ അന്ന് എനിക്കറിയില്ല, ഞാൻ ഹിന്ദു ആയിരുന്നു. എൻ്റെ മോൻ പറഞ്ഞ അമ്മ ഒരു പൊക്കമുള്ള ആൾ ഇറങ്ങി വന്ന് എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. പക്ഷേ അന്ന് എനിക്കറിയില്ല, എനിക്ക് ദൈവമാണ് നമ്മളെ വീട്ടിൽ ഇറങ്ങി വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ഒരുപാട് ഭാരപ്പെട്ടു. വീണ്ടും ആറ്റുകാവിലെ തുലാഭാരം, ഗുരുവായൂർ ശയന പ്രദക്ഷിണം, ഇങ്ങനെ ഓരോ നേർച്ചകളും നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നടത്തി അവസാനം എൻ്റെ മോക്ക് ജ്വരം വന്ന് അങ്ങനെ കിടപ്പുണ്ട്. തിരിച്ച് ഈ മോന് അടുത്ത വർഷമായപ്പോൾ വയറിലൊരു മുഴയായി വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും അവനെ കിംസ് ആശുപത്രിയിൽ ചികിത്സിക്കുകയാണ്. അപ്പോഴും ഞാൻ ഒരിടവും നേർന്നില്ല. ഇനി എന്തായാലും എനിക്ക് മരണമേ ഉള്ളൂ, എൻ്റെ മക്കൾ മരിച്ചാൽ ഞാനും മരിക്കും. അങ്ങനെ ഞാൻ വിഷവും കയറും ഉറക്ക ഗുളികയും. എൻ്റെ അനിയത്തി വന്നിട്ടുണ്ട്, അവളാണ് എന്നെ മാനസിക രോഗി ആശുപത്രി കൊണ്ടുപോയി. ദൈവത്തെ അറിയുന്നതിന് മുമ്പേ മാനസിക രോഗത്തിന് മെഡിസിൻ കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും കഴിക്കുന്നില്ല. ഇല്ല, അങ്ങനെ അവളാണ് കൊണ്ടുപോയത് പിന്നെ ഡോക്ടറെ അടുത്ത്. അപ്പം ഉറക്ക ഗുളിക. അപ്പം എനിക്കിത് ശേഖരിച്ച് വയ്ക്കാൻ ഭയങ്കര ഇതായിരുന്നു. ആ സമയത്ത് പെരുമ്പഴൂർ ജംഗ്ഷനിൽ എനിക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൻ്റെ മുന്നിൽ ഒരു പ്രസംഗം, സുശേഷ പ്രസംഗർ വന്ന് പ്രസംഗിക്കുകയാണ്. ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നവരെ ഈ ബൈബിളൊന്ന് തുറന്നു നോക്കുവിന്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഇവിടെ എന്ന് എഴുതുകയാണ് ഡയറിയിൽ, ഇന്ന് അല്ലെങ്കിൽ ഇത്രാം തീയതി മരിക്കും, എനിക്കിനി ജീവിക്കാൻ പറ്റൂല, ഇത്ര കടങ്ങളുണ്ട്, ഇന്ന ബാങ്കിലൊക്കെ എനിക്ക് കടം അടയ്ക്കാറുണ്ട്, തിരിച്ചെടുക്കാറുണ്ട്, നിങ്ങൾ ആരോ എടുത്തോ, ഞങ്ങൾ കുടുംബത്തോടെ മരിക്കും. അങ്ങനെ ഞാൻ എന്ന് എഴുതി വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ വലിച്ചു കീറും. വീണ്ടും രാത്രി പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് നേരം വെളുക്കല്ലേന്ന് പ്രാർത്ഥിക്കും. ഈ എഴുതി വെക്കുന്നത് മരിക്കാൻ വേണ്ടി എഴുതി വെക്കുന്നതാണ്. വീണ്ടും നേരം വെളുക്കല്ലേന്ന് പ്രാർത്ഥിക്കും. അപ്പോഴും വീണ്ടും നേരം വെളുക്കും. ഞാൻ വിചാരിക്കും, ദൈവമേ എന്ത് ചെയ്യാൻ, ഈ പകൽ രാത്രി ആവുന്നതിന് മുമ്പ് നമ്മൾ മരിക്കുമായിരിക്കും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കടയുടെ ഫ്രണ്ടിൽ ഒരു സുശേഷ പ്രസംഗർ. ഇന്നും എനിക്കും പോകാൻ ആഗ്രഹമുണ്ട്. എന്തെന്ന് വെച്ചാൽ എത്ര പേരിങ്ങനെ ഇരിപ്പുണ്ട് അവരെ രക്ഷിക്കാൻ. അവർ വന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ ചിന്തിക്കുന്നവരെ ഈ ബൈബിളൊന്ന് തുറന്ന് നോക്കുവിൻ. അങ്ങനെ ഈ ബൈബിൾ ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും മരിക്കാനല്ലേ ഇരിക്കണം, ഇനി വേറെ ഒരു വഴിയില്ലല്ലോ. അവർ എന്നെ ഒരു ചെറിയ പുതിയ നിയമം കൊണ്ടുവന്നു. ഞാൻ വിചാരിച്ചു ഇത് മുഴുവനും വായിച്ചിട്ട് മരിക്കാം. അങ്ങനെ ഞാനത് തുറന്ന് വായിച്ച്, അയ്യോ ദൈവം എന്നോട് സംസാരിച്ചു, ദൈവത്തെ വിട്ട് പോയവളെ നിനക്ക് മരണശിക്ഷ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഈ പൊങ്കാല കോവിലിലെ കാര്യങ്ങൾ സകലതും ഞാനാണ് അവിടെ ചോറ് വയ്പ്പും വിളമ്പലും കൊടുപ്പും ഒക്കെ. അപ്പം ഞാൻ എപ്പോഴാണ് ദൈവത്തെ വിട്ടു പോയത്? പിന്നെയാണ് ആലോചിക്കുന്നത്, എനിക്ക് അച്ഛനമ്മയില്ല. കൊച്ചുനാൾ മുതലേ ഞാൻ ദൈവത്തോടാണ് പറയണത്, ഞങ്ങൾക്ക് അച്ഛനമ്മയില്ല, ഞങ്ങൾ 2 പേർ. ഈ അനാഥരായിട്ട് എത്ര വയസ്സോട്ടാണ് വളർന്നത്? 5ഉം 10ഉം. എനിക്ക് 5 വയസ്സായപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ച്, 10 വയസ്സായപ്പോൾ അമ്മ മരിച്ച്. ഞങ്ങൾ 2 പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം, ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. പരസ്യോഗത്തിൽ രക്ഷിക്കപ്പെട്ട ആളാണ്. നമ്മൾ പരസ്യോഗം നടത്തണം. കരമടിച്ച് ദൈവത്തിന് മാത്രം പറയാം. ഈ ചൈനയുടെ മണ്ണിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിച്ച ദേവദാസ് ഹഡ്സൻ്റെ ഒരു ട്രാക്റ്റാണ് ചെറുപ്പക്കാരുടെ ജീവിതത്തിൻ്റെ അകത്ത് വഴിത്തിരിവായി തീർന്നത്. അതുകൊണ്ട് പരസ്യവും നടത്തുകയും ട്രാക്റ്റ് കൊടുക്കുകയും ചെയ്യുന്നവരെ കളിയാക്കരുത്. നമ്മളതിനു വേണ്ടി ഇറങ്ങണം. ഈ സീസൺ അങ്ങനെയുള്ള സീസണായി തീരട്ടെ.